ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വളരെ സിമ്പിളായിട്ടുള്ള ഒരു ക്രാഫ്റ്റുമായിട്ടാണ് വന്നിരിക്കുന്നത്. അതെങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഞാനിവിടെ ഒരു ഐസ്ക്രീം ബോളാണ് എടുത്തിരിക്കുന്നത്. അതിൻ്റെ അടപ്പിലായിട്ട് ഒരു ഹോളും ഇട്ട് കൊടുത്തിട്ടുണ്ട്. കനം കുറഞ്ഞൊരു കമ്പി എടുത്ത് വളച്ചൊരു ഹുക്ക് പോലെയാക്കി ഈ ഹോളിൽ കൂടെ ഇട്ട് ഇതൊന്ന് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതങ്ങ് ക്ലോസ് ചെയ്യാം. ഇനി ഈ ബാളിലേക്ക് കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ഇനി ഈ ബോൾ കംപ്ലീറ്റ് ആയിട്ട് ടിഷ്യൂ പേപ്പർ ചെറുതായിട്ട് കീറിയിട്ട് അങ്ങോട്ട് ഇട്ട് കൊടുക്കുന്നു. ഇനി നമുക്ക് കുറച്ച് പേപ്പർ ട്യൂബുകൾ ഉണ്ടാക്കിയെടുക്കണം. ഇതുണ്ടാക്കാൻ വളരെ എളുപ്പമല്ലേ? ഇതെല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയാവുന്ന കരുതുന്നു. നമ്മുടെ ബാളിലൊട്ടിച്ച ടിഷ്യൂ പേപ്പറെല്ലാം നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട്. ഇതിലായിട്ട് കംപ്ലീറ്റ് ആയിട്ട് റെഡ് അക്രിലിക് കളർ അങ്ങ് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. നമ്മുടെ പേപ്പർ ട്യൂബുകളിലും റെഡ് കളർ തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കും. ഏകദേശം 2 സെൻറ്റിമീറ്റർ നീളം വെച്ചിട്ട് ഈ പേപ്പർ ട്യൂബുകൾ അങ്ങ് കട്ട് ചെയ്തെടുക്കണം. അങ്ങനെ കുറേ എണ്ണം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമ്മുടെ ബാളിന് ചുറ്റും ഓരോന്നായിട്ട് ഒട്ടിച്ചു കൊടുക്കണം. പെട്ടെന്ന് ഒട്ടുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം ഇവിടെ ഫെവി ബോണ്ട് ഉപയോഗിച്ചിട്ടാണ് ഒട്ടിച്ചത്. ഇതൊന്ന് ഒട്ടിച്ചിട്ട് ഒരല്പനേരം ഒന്ന് വെയിറ്റ് ചെയ്യണം, അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ചരിക്കുമ്പോഴത്തേക്ക് ഇത് ഇളകി അങ്ങ് പോകും. അതുകൊണ്ട് ഒരു വശം ഒട്ടിച്ച് കംപ്ലീറ്റ് ചെയ്ത് ഒരല്പനേരം കഴിഞ്ഞതിന് ശേഷം അടുത്ത വശത്തേക്ക് പോകുന്നതായിരിക്കും നല്ലത്. കുറച്ച് തെർമോക്കോൾ ബോളുകൾ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് യെല്ലോ അക്രിലിക് കളർ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ഇതിനു പകരം നിങ്ങളുടെ കയ്യിൽ യെല്ലോ കളർ ബീഡ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഉപയോഗിക്കും. ഇനി ഓരോ പേപ്പർ ട്യൂബിൻ്റെ മുകളിലേക്ക് നമുക്കിത് ഒട്ടിച്ചു കൊടുക്കണം. ഇവിടെ ഞാൻ ഫെവിക്കോൾ ഉപയോഗിച്ചിട്ടാണ് ഒട്ടിക്കുന്നത്. ഈ ഫെവി ബോണ്ട് പോലുള്ള സ്ട്രോങ് ഗമ്മുകളൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മളിവിടെ ഉപയോഗിക്കുന്ന തെർമോക്കോൾ ബാളുകളല്ലേ, അതങ്ങ് ഉരുകിപ്പോവും. ഈ ബാളുകൾക്കൊക്കെ വളരെ വെയിറ്റ് കുറവായതുകൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ ഇതങ്ങ് ഒട്ടിക്കോളും. അങ്ങനെ ഇതെല്ലാം നന്നായിട്ട് ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. വേണമെന്നുണ്ടെങ്കിൽ ഇതിനകത്തൊരു കോട്ട് വാർണിഷും കൂടെ അപ്ലൈ ചെയ്ത് കൊടുക്കാം. അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ തന്നെ എവിടെയെങ്കിലും തൂക്കിയിടാം. അതിന് വേണ്ടിയിട്ടാണ് ആദ്യം ഞാനൊരു ഹുക്കൊക്കെ സെറ്റ് ചെയ്തെടുത്തിരിക്കുന്നത്. അതിലേക്കൊരു നൂല് കെട്ടി ഇങ്ങനെ തൂക്കിയിടാവുന്നതേ ഉള്ളൂ.
നമ്മുടെ കൊറോണ മോഡലിനെ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് ഉണ്ടാക്കിയൊക്കെ നോക്കുക. വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. ക്രാഫ്റ്റ് ഇഷ്ടമുള്ളവർക്ക് ഒന്ന് ഷെയറും ചെയ്ത് കൊടുക്കുക. ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ അടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ യഥാർത്ഥ കൊറോണ നമ്മളുടെ ആരുടെയും അടുക്കിലേക്ക് എത്താതിരിക്കട്ടെ. അതിന് വേണ്ടിയിട്ട് എല്ലാവരും വീട്ടിൽ തന്നെ സേഫായിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക. ഇനി പുതിയൊരു വീഡിയോ കാണുന്നവരേക്കും ഗുഡ് ബൈ.